എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഒരു 5 ദിവസത്തോളമായിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് BJPയുടെ സൈഡിൽ നിന്ന്. BJPക്ക് അവർക്കതിൽ പറയാൻ വാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയത് എന്തെങ്കിലും വെച്ചിട്ട് അമ്മാനമാടിക്കൊണ്ട് അവർ പല പ്രശ്നങ്ങളെ പിടിക്കുന്നുണ്ട്. അതായത് ഒരു 10 മാസം പ്രായമായ ഒരു സ്ത്രീയെ, അതായത് ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ സ്ത്രീ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ത്രീത്വത്തിനെതിരാണ്, സ്ത്രീ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് BJP കയറി പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വർഗീയവാദികളായിട്ടുള്ള തന്തയ്ക്ക് മുൻപുണ്ടായവന്മാരാണ് ഇവന്മാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളവന്മാരുമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ നരച്ച് മൂത്ത് വീട്ടിലിരിക്കാറായില്ലട കിളവ, നിനക്ക് നാണമുണ്ടോ ഈ പറയുന്ന പരിപാടി, ഈ വർത്തമാനം പറയാനായിട്ട് ഒരു പൊതുവേദി അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിന്നിട്ട് മൈക്ക് കിട്ടിയത് എന്ത് തന്തയില്ലായ്മയും പറയാമെന്നായിരിക്കും BJPയുടെ വിചാരം. ആ BJPയിലെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ. അവൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടില് ഒരാളുണ്ട്, മല്ലിക സുകുമാരന്റെ മരുമോള്. ആ മരുമോള് അർബനെക്സ് എഴുതിയ പോസ്റ്റ് ഉണ്ട്. അതിലെന്താ പറഞ്ഞറിയാം? നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കണ എന്റെ ഭർത്താവിനോട് വേണ്ട, ആദ്യം ആ അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായിയെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാറ്. അതായത് മല്ലിക സുകുമാരന്റെ വീട്ടിലൊരാളുണ്ട്, മല്ലിക സുകുമാരന്റെ അതായത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്ന്, അവളെ നിലക്കി നിർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാവുമെന്ന്. ഇവൻ ആരാണിത് പറയാൻ? ഇവൻ എന്തെങ്കിലും കഴിവുണ്ട്? നരച്ച് മൂത്ത് എടുത്ത് ഇലയെ വെക്കാറായി. അപ്പോഴാണ് ഇവന്റെ വിദ്വേഷ പരാമർശം. എങ്ങനെയെങ്കിലും റീച്ച് ആവണം. സ്വന്തം തന്തയെ കൊന്നാലും കുഴപ്പമില്ല, റീച്ച് ആയാൽ മതി എന്നായിരിക്കും അല്ലടാ ഗോപാലകൃഷ്ണ നിന്റെ വിചാരം. നിന്റെ ഒന്നും ഈ പരിപാടിയൊന്നും ഇവിടെ കേരളത്തിൽ വില പോകില്ല മോനെ. കാരണം കേരളത്തിന് മുൻപൊരു കൊറോണ വന്ന സമയത്ത് ഞാൻ കേട്ടൊരു വാക്കാണ്. അന്ന് ഞാനിതൊക്കെ പിന്നീട് ഞാൻ കുറേയൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ വീഡിയോ ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഏത് വാക്കാണെന്നറിയോ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. കാരണം ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. പിണറായി വിജയൻ എന്നാണ് ആ കപ്പിത്താന്റെ പേര്. ആ വാക്ക് ഞാൻ പിണറായി വിജയന്റെ പല നിലപാടുകളിൽ എതിർത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാം. പക്ഷേ ഈ ഒരു നിലപാടിനോട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോട് എനിക്ക് അഭിമാനവും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമേ തോന്നിയിട്ടുള്ളൂ. കാരണം ഈ ഒരു വിഷയം വന്ന് ഒരുപാട് പേർ ഒറ്റപ്പെടുത്തുമ്പോഴും BJP എന്ന് പറയുന്ന സംഘടന വലിയ രീതിയിൽ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും അതുപോലെ അണിയറ പ്രവർത്തകർക്കെതിരെയും സംസാരിക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം പോയി സിനിമ കണ്ടിട്ട് നല്ല രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവനയുണ്ട്. പൃഥ്വിരാജിനെതിരെ സംസാരിക്കാമെന്നോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ ഈ പറയുന്ന തന്തയില്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇത് കേരളമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ആ വാർത്ത ഒന്നിവിടെ പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടുപോകാം. അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ആരെങ്കിലും ആക്രമിക്കപ്പെട്ട് അവരെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ ചരിത്രവും മറന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ്. മലയാളികളാകെ, പ്രേക്ഷകരാകെ ഈ സിനിമ ഉയർത്തിയ ആശയം എന്തായിക്കൊള്ളട്ടെ ആശയത്തോടൊപ്പം ഉണ്ട്. അതൊരു വസ്തുതയാണ്. പുള്ളിമാന്റെ പുള്ളി തേച്ച് മാറ്റി കളഞ്ഞാൽ പോവില്ല. അങ്ങനെ പൃഥ്വിരാജിനെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ഈ സിനിമയ്ക്ക് കിട്ടിയ പിന്തുണ അതിലൂടെയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ സിനിമ വിട്ടൊന്ന് പുറത്തിറങ്ങാൻ തന്നെ ഒരുപാട് നേരെടുത്ത് സിനിമയ്ക്ക് കിട്ടിയ പിന്തുണയും അത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒറ്റപ്പെടുത്തി പോകാൻ വേണ്ടി പറ്റില്ല. ഈ സിനിമയിൽ തന്നെ പല വിമർശനങ്ങൾ, പല ആശയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മൾ സിനിമയെ കാണണം. ആ സിനിമയിൽ നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് അധികാരം കയ്യിലുണ്ട്, എന്ത് ഹുങ്കും കാണിക്കാമെന്നൊക്കെ കരുതി മുന്നോട്ട് പോയാൽ അത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. വേണമെങ്കിൽ സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം. അദ്ദേഹം ഒരു മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വാക്കുകൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറയാം, ഇത് കേരളമാണ്, അധികാരം കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് എന്ത് പരിപാടിയും കാണിക്കാമെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കേരളമാണ്, അധികാരം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് തന്തയില്ലായ്മ അല്ലെങ്കിൽ തന്തയ്ക്ക് പിറക്കഴിയുകയും കാണിക്കാമെന്ന് വിചാരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളിൽ നമ്മുടെ BJPയുടെ നിലപാട് എന്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വർഗീയത ഇളക്കുക അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് BJP, RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാർ എന്തുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് ഭരണം കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ്. ഇനി വരും സമയങ്ങളിലും എന്തായാലും ഭരണം കിട്ടാൻ പോകുന്നില്ല. നമുക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രധാനമന്ത്രി, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവരുടെയൊക്കെ മൗനം നമ്മൾ കാണേണ്ടത് കൂടിയാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണല്ലേ BJP എന്ന് പറയുന്ന വർഗീയ ലഹള ഉണ്ടാക്കുന്ന അല്ലെ വർഗീയവാദികൾ ഉള്ളൊരു സംഘടന. പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഉള്ളിടത്തോളം കാലം നിന്റെ ഒന്നും തന്തയില്ലായ്മ കേരളത്തിൽ എവിടെയും വില പോവില്ല മക്കളെ.